നമസ്കാരം. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം വഷളാവുകയും അടിയും തല്ലും ഓരോ ദിവസവും നടക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതിനെ പുച്ഛിച്ചു കണ്ട ആളുകളുണ്ട്. ആ വാർത്ത വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ആളുകളുണ്ട്. ഒരുപക്ഷെ ഒരു തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. കാരണം അത്രയധികം പ്രഷറിലൂടെയാണ് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം വളരെ വഷളാണ്, വളരെ മോശം സാഹചര്യമാണ്. പ്ലേയിങ് 11 പോലും ഫിക്സ് ചെയ്യാൻ കഴിയുന്നില്ല. സാധാരണയായി ഗ്രൂപ്പ് ഘട്ടമൊക്കെ കഴിയുമ്പോഴേക്കും ഓരോ ടീമുകൾ സെറ്റായി നിൽക്കും. അവരുടെ പ്ലേയിങ് 11 എന്തായിരിക്കും, ആരെയൊക്കെ മാറ്റണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണ 4 ലീഗ് മത്സരങ്ങളിൽ നിന്ന് തന്നെ ഓരോ ടീമിനും വ്യക്തമാകും. എന്നാൽ ഇന്ത്യക്കാവട്ടെ ഇപ്പോഴും അത് കണ്ടുപിടിക്കാൻ കഴിയാത്തത് നാണക്കേടാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ താരമായ അഹമ്മദ് ഷഹസാദ് ഗംഭീറിനെതിരെ വിഷം തുപ്പുന്ന വർത്തമാനങ്ങൾ തുറന്നു പറയുന്നത്. അഹമ്മദ് ഷഹസാദ് പറയുന്ന കാര്യം, ടീം ഇന്ത്യക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഡ്രസ്സിംഗ് റൂമിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ഗംഭീർ ഹെഡ് കോച്ചായി വന്നതോടുകൂടി ടീമിൻ്റെ അന്തരീക്ഷം തന്നെ വഷളായെന്നുമാണ് അഹമ്മദ് ഷഹസാദ് പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ താരം പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായും ആ വാക്കുകൾക്ക് വില കൊടുക്കില്ല എങ്കിൽ പോലും അഹമ്മദ് ഷഹസാദ് പറയുന്ന ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ കടന്നു പോവുകയാണ് എന്നതും പറയേണ്ടി വരും. അഹമ്മദ് ഷഹസാദ് വിമർശിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങളുടെ സ്വന്തം താരമായ ബാബർ അസത്തിനോട് ടെസ്റ്റ് കളിക്കാണ്ട് 2020 ലോകകപ്പാണ് നടക്കുന്നത്, അപ്പോൾ അതനുസരിച്ചെങ്കിലും ഒന്ന് കളിക്കാനൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ബാബർ അസമിനോട് പറയാനുള്ള എല്ലാ അധികാരവും പാകിസ്ഥാൻ ഓപ്പണറായ അഹമ്മദ് ഷഹസാദിനുണ്ട്. ഒന്ന് ആ ഫോൺ എടുത്തിട്ടോ പാകിസ്ഥാൻ ഡ്രസ്സിംഗ് റൂമിലോ പോയിട്ട് ആ ബാബർ അസമിനെ ഒന്ന് മാറ്റുക എന്ന് ആ നാവ് കൊണ്ട് പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ അത് എത്രയും വേഗം നടത്തിയാൽ വലിയ ഉപകാരം. അല്ലെങ്കിൽ സിഡ്നി സിക്സേഴ്സിന് വേണ്ടി ബിഗ് ബാഷ് ലീഗിൽ സ്റ്റീവൻ സ്മിത്ത് സിംഗിൾ തടഞ്ഞതുപോലെ പാകിസ്ഥാൻ താരങ്ങളും ബാബറിന് വേണ്ടി തടയണം. പണ്ട് ഞാൻ കിങ് ആയിരുന്നു, കോഹ്ലിക്കൊപ്പം കമ്പയർ ചെയ്തിരുന്നു, അതുകൊണ്ട് ഇനിയുള്ള കാലം മുഴുവൻ എന്നെ ചുമക്കണമെന്ന് ബാബർ അസം പാകിസ്ഥാൻ ടീമിനോട് പറഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് പറയാനുള്ള ആർജവവും നട്ടല്ലും പാകിസ്ഥാൻ ക്യാമ്പിനില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചുമക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് ടെലസ്കോപ്പും ബൈനോക്കുലറും ഒക്കെ എടുത്ത് ഇനിയും എത്തി നോക്കിക്കൊണ്ടിരിക്കാം. എന്തായാലും അഹമ്മദ് ഷഹസാദിൻ്റെ ഈ വിമർശനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വലിയ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിനിടയിൽ അഹമ്മദ് പറയുന്നൊരു കാര്യമുണ്ട്, കുൽദീപ് യാദവും സൂര്യകുമാർ യാദവും തമ്മിൽ തല്ലാണ് എന്നതിനെക്കുറിച്ചും അഹമ്മദ് പറയുന്നുണ്ട്. അതായത് കുൽദീപ് യാദവിനെ പോലൊരു പ്ലെയറിനെ കഴിഞ്ഞ മത്സരത്തിൽ ഇറക്കാത്തത് സൂര്യകുമാർ യാദവിന് കുൽദീപ് യാദവിനോടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണെന്നും പറയുന്നുണ്ട്. അതായത് ഒരു പാക് ടെലിവിഷൻ പരിപാടിയിലാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പാകിസ്ഥാനെതിരായ മത്സരത്തിന് ശേഷം സൂര്യകുമാർ യാദവ് കുൽദീപിനെ പിടിച്ചു തള്ളുന്ന ഒരു സംഭവമുണ്ടായി. സൂര്യയുമായുള്ള അച്ചടക്ക പ്രശ്നങ്ങൾ കാരണമാണ് കുൽദീപിനെ ടീമിൽ നിന്ന് മാറ്റിയതെന്ന് ഇപ്പോൾ ആളുകൾ പറയുന്നു. അല്ലായിരുന്നെങ്കിൽ മാച്ച് വിന്നറായ കുൽദീപിനെ ആരെങ്കിലും മാറ്റുമോ എന്നുള്ളത്. അഹമ്മദ് ഷഹസാദിനോട് വ്യക്തമായിട്ടൊരു കാര്യം പറയാം, ഒരു ടീം ഇറക്കുന്നത് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഓപ്പോസിഷൻ ടീമിനും ആ പിച്ച് കണ്ടീഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യക്ക് അതിനകത്ത് പിഴവ് പറ്റിയിട്ടുണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല. ഇനി അഥവാ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പരിഹരിച്ചോളാം, ഇന്ത്യൻ ടീമും പരിഹരിച്ചോളാം. എന്തായാലും പാകിസ്ഥാൻ അത്രയും ഗതികേടൊന്നുമില്ല. ചാമ്പ്യൻസ് ട്രോഫി പോലും ഹോസ്റ്റ് ചെയ്ത്, സ്വന്തം നാട്ടിൽ ഹോസ്റ്റ് ചെയ്ത് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ പുറത്തായി. അതിനുശേഷം ആ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ തന്നെ ജയിക്കുന്ന ഗതികെട്ട കാഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. 7-1 നിൽക്കുന്ന T20 ലോകകപ്പിൽ അങ്ങനെ പല ബഹിഷ്കരണങ്ങളും വെല്ലുവിളികളും ഒക്കെ നടത്തിയതിന് ശേഷം ഞങ്ങൾ കളിക്കില്ല, ഞങ്ങൾ ബംഗ്ലാദേശിനൊപ്പം ഐക്യദാർഢ്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ICC പറഞ്ഞു നിങ്ങൾ കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 4500 കോടി രൂപ തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ ഇത്രയും പൈസയൊന്നുമില്ല, ഞങ്ങൾ കളിച്ചോളാമേ എന്ന് പറഞ്ഞ് നിലപാടിൽ നിന്ന് യു ടേൺ എടുത്ത് അത് ദാരുണമായി തോൽവി മാത്രമാക്കിയ പാകിസ്ഥാനൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊന്നും ചരിത്രമല്ല, ഒരു 2-3 ദിവസം പുറകിലോട്ട് പോയാൽ മതി. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് ഇന്ത്യൻ ടീമിനെ വിമർശിച്ചാൽ അഹമ്മദ് ഷഹസാദിന് മാത്രമല്ല പാകിസ്ഥാൻ ടീമിന് നന്നായിരിക്കും എന്നതും പറയേണ്ടി വരും. എന്നാലും അഹമ്മദ് ഷഹസാദ് ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമായി ഈ വിമർശനങ്ങൾ തള്ളിക്കളയുന്നൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഇന്ത്യൻ ടീമിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. എന്നാൽ പോലും സ്വന്തം ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമൊക്കെ കൂടെ നോക്ക്, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ വരാം എന്നതും കൂടി എടുത്ത് പറയണ്ടു. സൂര്യകുമാർ യാദവിനെ വിമർശിക്കുന്ന പോലെ തന്നെയാണ് അഹമ്മദ് ഷഹസാദ് ഇപ്പോൾ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിനെ വിമർശിക്കുന്ന പോലെ തന്നെ ഗൗതം ഗംഭീറിനെ വിമർശിക്കുന്നുണ്ട്. അതായത് ഏതൊരു മേഖലയിലും പൂർണ്ണമായ ശ്രദ്ധ ആവശ്യമാണ്. ഗംഭീർ രാഷ്ട്രീയത്തിലേക്ക് പോയി, അതോടെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി മാറി. രാഷ്ട്രീയത്തിൽ അദ്ദേഹം അത്ര വിജയമായിരുന്നില്ല. ആ രാഷ്ട്രീയം ഗംഭീർ ഇപ്പോൾ ടീമിലേക്കും കൊണ്ടുവരികയാണ്. ഇത് ഇന്ത്യൻ ടീമിൻ്റെ പ്രതിച്ഛായ വലിയ ദോഷം ചെയ്യുമെന്നാണ് അഹമ്മദ് ഷഹസാദ് പറയുന്നത്. ഈ അഹമ്മദ് ഷഹസാദിൻ്റെ വാക്കുകൾക്ക് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശനവുമായിട്ട് എത്തിയിട്ടുണ്ട് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഷഹസാദിൻ്റെ വാക്കുകളെ ഇന്ത്യയും നിരസിക്കുന്നുണ്ട്, പാകിസ്ഥാനും നിരസിക്കുന്നുണ്ട് എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ പോലും ഇന്ത്യയിൽ നിന്നും ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. ഈ വിഷം തുപ്പുന്ന അഹമ്മദ് ഷഹസാദിൻ്റെ വാക്കുകളെ അങ്ങ് താങ്ങുന്നൊന്നുമില്ല. ബട്ട് സ്ലൈറ്റ് പോയിന്റ്സ് എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. പറയുന്നത് പൂർണ്ണമായും വാസ്തവമാണ് എന്നതുമല്ല,
എന്നാൽ ഈ ഗംഭീറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ നമുക്കങ്ങ് തള്ളിക്കളയാം. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇന്ത്യൻ ടീമിൻ്റെയും സെലക്ഷൻ്റെയും പ്ലേയിങ് 11നെയും കുറിച്ച് തന്നെയാണ്. അതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതല്ലാതെ അഹമ്മദ് ഷഹസാദിൻ്റെ ഈ വിഷം തുപ്പുന്ന വാക്കുകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.